ഹറമിൽ വന്നാലും തവാഫ് ചെയ്യുമ്പോഴും ആൾക്കാരൊക്കെ അദ്ദേഹത്തെ നോക്കും. കാരണം വളരെ മെലിഞ്ഞ് എന്നാൽ കണക്കിലേറെ നീളമുള്ള മനുഷ്യൻ. അവ ചില ആളുകളൊക്കെ ചിരിക്കും കാണുമ്പോ. കാരണം വലിയ ഹൈറ്റുള്ള ആളാണെങ്കിലും തടി ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, മെലിഞ്ഞിട്ടുമാണ്, ഉണ്ടമാനം നീട്ടമുണ്ട്. അപ്പൊ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമം. അപ്പൊ ആ മക്കയിലുള്ള കുറച്ച് മലയാളികളുമായി ഒന്ന് ചർച്ച ചെയ്തു. എന്റെ ശരീരം ഈ ആളുകളുടെ പരിഹാസത്തിന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഒരു മലയാളി, അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ഒരു മലയാളി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് കോട്ടക്കൽ എന്നൊരു പ്രദേശമുണ്ട്, അവിടെ ഒരു ആര്യവൈദ്യശാലയുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ കുറച്ചു കാലം ഒന്ന് അഡ്മിറ്റ് കിടന്നാല് നല്ലോണം നെയ്യും ഇട്ട് നെയ്യൊക്കെ കഴിച്ച് കുഴമ്പൊക്കെ ഒന്ന് തേച്ചൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് എടുത്താല് നിങ്ങളെ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടും, പിന്നെ ആൾക്കാരൊന്നും കളിയാക്കൂല. അദ്ദേഹം ഇവിടെ വന്ന് 3 മാസക്കാലം കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റായി നല്ലോണം നെയ്യ് സേവയൊക്കെ നടത്തി ഒന്ന് ഉഷാറായി തടിച്ചു കൊഴുത്ത് മൂപ്പർക്ക് തന്നെ വലിയ കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോ എന്തോ ഒരു ആത്മവിശ്വാസം, അഞ്ഞിന്നാരും കളിയാക്കൂല, നാട്ടിലൊക്കെ ഒന്ന് അഭിമാനത്തിൽ ചെല്ലണം എന്ന് വിചാരിച്ച് നേരെ മക്കത്ത് ചെന്ന് ആ തവാഫുൽ ഖുദൂം നാട്ടിലെത്തിയാലുടനുള്ള തവാഫൊക്കെ നടത്തി വീട്ടിൽ ചെന്ന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ജീവിച്ചുള്ളൂ. അദ്ദേഹം ലോകത്തോട് യാത്ര. ഇതൊക്കെ നിന്നോ ഞാന് പത്രങ്ങളിൽ വന്ന ചില റിപ്പോർട്ടുകൾ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇതേപോലെ നിങ്ങൾക്കും പറയാനുണ്ടാവും കുറേ സംഭവങ്ങൾ. ജീവിതത്തിൽ ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ പൊടുന്നനവേ നമ്മോട് യാത്ര പറയുന്നത്. എന്റെ ഒരു മോന് 2 വയസ്സ് മാത്രം പ്രായം, നല്ല ഓടി നടക്കുന്ന പ്രായം, വർത്തമാനം പറയാൻ തുടങ്ങിയ കാലം, യാതൊരു അസുഖവുമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം പനി വന്നു. പനിച്ചു പിറ്റേ ദിവസം ശരീരത്തിലാകമാനം ചെറിയ കുരുക്കൾ പോലെ പൊങ്ങി. സാധാരണ നമ്മൾ ഈ നാട്ടിലൊക്കെ പറയുന്ന ചൊള്ള ചപ്പട്ട എന്നൊക്കെ പറയുന്ന അസുഖമാണ് വിചാരിച്ച് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്നും വാങ്ങി. പക്ഷെ പിന്നീട് അത് നിയന്ത്രണത്തിനപ്പുറമായി. 1 മാസവും 5 ദിവസക്കാലവുമുള്ള ചികിത്സ മെഡിക്കൽ കോളേജും നാഷണൽ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് കുട്ടിയെ കൊണ്ട് 1 മാസത്തിലേറെക്കാലം നീണ്ട ചികിത്സ. തിരിച്ചു പോരുമ്പോൾ എന്റെ മകന്റെ ജനാസയോടൊപ്പം എനിക്ക് ആധുനിക വൈദ്യശാസ്ത്രം നൽകിയത് ഒന്ന് മാത്രം, മനോഹരമായ ഒരു പേര് ആ രോഗത്തിന്. വേറെ ഒന്നും തിരിച്ചു നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം. ആ പേര് മാത്രം നൽകാൻ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മുമ്പാകുള്ള ശാസ്ത്രബോധം, ശാസ്ത്രത്തിന്റെ വളർച്ച. നമ്മളിൽ പല ആളുകളും വിചാരിക്കും ഈ നാട്ടിൽ വന്നുപെട്ടത് നന്നായി, മെഡിക്കൽ കോളേജിലേക്ക് എത്ര എളുപ്പമാണ് പോകാന്, കുറച്ച് അപ്പുറമൊക്കെ ആണെങ്കിൽ എന്താ ആൾക്കാർ കാട്ടുക അല്ലെ, എത്ര കഷ്ടപ്പെടണം ഒരു വലിയ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ. പക്ഷേ എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകിക്കൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അടുത്താണ് ജീവിക്കുന്നതെങ്കിലും പടച്ചതമ്പുരാൻ നിശ്ചയിച്ച സമയം പറഞ്ഞാൽ പൊയ്ക്കൊള്ളണം. ഇനി അല്ലാത്ത ആളുകളോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മലമടക്കുകളിൽ കഴിയുന്ന ആദിവാസികളുണ്ട്. 100ഉം 120ഉം 130ഉം വയസ്സായ ആളുകൾ അപൂർവമായിട്ടൊക്കെ പത്രങ്ങളിൽ കാണാറുണ്ട്. താലൂക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും നേരിയ അസുഖം വരുമ്പോൾ താഴേക്ക് കസേരയിൽ ഏറ്റിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആദിവാസികളെ കുറിച്ച്. അവര് വലിയ ഹോസ്പിറ്റലുകളെ കുറിച്ച് കേട്ടിട്ടില്ല, ആധുനികമായ ടെക്നോളജി അവർക്ക് അറിയില്ല, വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ആർക്ക് അറിയില്ല. പക്ഷേ അവർക്ക് അല്ലാഹു വെച്ച കാലാവധി കുറച്ച് സുദീർഘമാണ്. അതേ സമയത്തോ എല്ലാറ്റിലും അഭിമാനം കൊള്ളുന്ന ശാസ്ത്രബോധമുള്ള മനുഷ്യനെ ചിലപ്പോ പെട്ടെന്ന് അല്ലാഹു വിളിച്ചു വരും. അപ്പൊ നമുക്കാർക്കും അറിയാത്ത ഒരു കാലാവധിയുമായി നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പരീക്ഷാ ഹാള്, എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും പരീക്ഷ എഴുതുന്നു. ഓരോ ദിവസവും ഓരോ പേജാണ്. എന്റെ ഇന്നത്തെ പേജിൽ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി വാഴക്കാട് വന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ കുറെ 100-100ഓളം കുട്ടികൾ, അവർക്ക് ദീനിയായ ഉപദേശം കൊടുത്തു. ഇവിടെ വന്ന് നിങ്ങളോട് പറയുന്നു, ഇത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ എന്റെ ഈ ദിവസത്തിന്റെ പേജ് മനോഹരമാകും. അതല്ല കാപ്പട്യത്തിൻ്റെതാണെങ്കിൽ അത് കറുത്തിരുണ്ടതായിരിക്കും. നിങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷ, ആ പരീക്ഷയുടെ പേജിൽ ഇന്നലെയും ഇന്നുമായി നിങ്ങളിവിടെ ഇരുന്നത് ആ പേജിൽ കാണാം. അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ ആ ഓരോ പേജും നമുക്ക് അനുകൂലമായി തീരാൻ നാം ആഗ്രഹിക്കുന്നു.
ആ പരീക്ഷ അവസാനിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഒരു ലോങ് ബെല്ലടിക്കും. എല്ലാവർക്കും ഒറ്റ ബെല്ലല്ല. അത് നമ്മുടെ ദുനിയാവിലെ പരീക്ഷയുടെ വ്യവസ്ഥയാണ്. 3 മണിക്കൂർ കഴിഞ്ഞാൽ ലോങ് ബെല്ലടിച്ചാൽ എല്ലാവരും പരീക്ഷ നിർത്തും. ഇതങ്ങനെയല്ല. ഓരോ വ്യക്തിക്കും ഓരോ ബെല്ലുണ്ട്. ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ താളുകൾ അടച്ചുവെച്ച് നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി പോകും. ഓരോരുത്തരും നിർബന്ധമായിട്ടും ആ യാത്ര പോയി കൊള്ളണം. അതിനുശേഷം ഒരു നിമിഷം പോലും ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കില്ല. നമുക്കെല്ലാം ഇന്ന് ഈ ദുനിയാവിൽ കഴിയുന്നു. അടുത്ത സ്റ്റേജ് നമ്മളുടെ ഖബറാണ്. ഓടാണ് നമ്മൾ. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള സ്റ്റേജും സോദര ഖബറാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ തുടങ്ങിയ ഓട്ടമാണിത്. ഇനി അടുത്ത സ്റ്റേജ് ഖബറാണ്. ആ ഖബറിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. ഓട്ടത്തിന്റെ ദൂരം എങ്ങനെയാണ്? 1 മിനിറ്റിൽ 72 കാലടി വെച്ചിട്ടൊരു ഓട്ടം. ആ കാലടി നമുക്ക് നമ്മുടെ കൈയെടുത്തിട്ട് നെഞ്ചിന്റെ ഇടതുഭാഗത്ത് വെച്ച അനുഭവപ്പെടും. 72 കാലടി വെച്ച് ഓരോ മിനിറ്റിലുമുള്ള നിരന്തരമായ ഓട്ടം. ആ ഓട്ടം എപ്പോഴെല്ലാം ഓടുന്നു? നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഓടുന്നു, വദു ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു, നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുമ്പോഴും ഓടുന്നു, അതിനുശേഷം നിങ്ങൾ നടന്നു വന്നപ്പോഴും ഓടുന്നു, ഇവിടെ വന്ന് എന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഓടുന്നു, ഇത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ സുഖമായി കടന്നുറങ്ങുകയാണെങ്കിലും ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ, ദൈനംദിനം ഖബറോടതാ അടുക്കുന്നേ. നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഖബറിലേക്കുള്ള നിർത്താത്ത ഓട്ടം. ആ ഓട്ടം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ഖബറിൽ എത്തിപ്പെടും. പിന്നെന്താണ്? ആ ഖബറിൽ അങ്ങ് എത്തിപ്പെട്ട പിന്നെ എന്താണ് അനുഭവിക്കാനുള്ളത്? ഇതിനെക്കുറിച്ച് നമുക്കൊരു ഹദീസ് ഉണ്ട്. നമ്മളിൽ പല ആളുകൾക്കും പല വിശ്വാസങ്ങളുണ്ട്. കേരളത്തിലെ തന്നെ ചില ആളുകൾ എനിക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചെല്ലരുത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കാരണം മരിച്ചതിന് ശേഷം അങ്ങനെ ലോക്കപ്പ് മർദ്ദനൊന്നും പടച്ചോൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തസ്ബീത്ത് ചെല്ലണ്ടെന്ന് പറഞ്ഞ വീരന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് ഖബറിലെ ശിക്ഷയെ അംഗീകരിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ അത് അംഗീകരിക്കുന്ന ആളുകളാണ്. ഖബറിൽ രക്ഷയുമുണ്ട്, ശിക്ഷയുമുണ്ട്. അതിനെന്താ നമുക്ക് തെളിവ്? ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീഅയിലേക്ക്, ജന്നത്തുൽ ബഖീ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഖബർസ്ഥാനാണ്. മദീനയിലെ വലിയ ഖബർസ്ഥാൻ മഖ്ബറ. അങ്ങോട്ട് ഒരു മയ്യത്തിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. പ്രവാചകന്റെ സ്വഹാബത്തും കൂടെയുണ്ട്. ജന്നത്തുൽ ബഖീയിൽ എത്തിയപ്പോൾ ഖബറിന്റെ പണി തീർന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള ഒരു വടി ഇങ്ങനെ താടിക്ക് ഊന്നു കൊടുത്തിട്ട് ഇങ്ങനെ കുത്തിരുന്ന അവിടെ. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ചുറ്റുവറം വന്നിരിക്കും, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ശരിക്ക് നമ്മളെല്ലാവരും പിൻപറ്റേണ്ടുന്ന ഒരു ഹദീസാണ്. എപ്പോൾ ഉപദേശത്തിന് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകുന്നോ അപ്പോൾ ഉപദേശിക്കുവാനുള്ള വഴി ഒരുക്കണം. അവിടെ എന്റെ അഭിപ്രായത്തിലൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഒരു പ്രഭാഷണം നടത്തണം. ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു സന്ദർഭമാണത്. പ്രത്യേകിച്ച് അപകട മരണങ്ങൾ, പൊടുന്നനവയുള്ള അറ്റാക്കുകൾ, ഇങ്ങനൊക്കെ വന്നാല് എല്ലാവരും ആ മരണചിന്തയിൽ ഒരു 10-100 വയസ്സ് വരെ കടന്ന ഒരാളുടെ മയ്യത്തിന്റെ കൂടെ പോകുന്ന ഒരു അനുഭവം ആവില്ല. ഒരു ചെറുപ്പക്കാരൻ അറ്റാക്കായി മരിച്ചാൽ, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് റോഡിൽ അരഞ്ഞു തീർന്നു മരിച്ചാൽ ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ അനുഭവം വേറെയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു 10 മിനിറ്റ് ഒരു ഉപദേശം നടത്തിയാൽ അത് വല്ലാത്ത സ്വാധീനം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആരും അതിന് മെനക്കെടാറില്ല. അവിടെ ആ മയ്യത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വാപ്പാക്ക് വല്ല കടപാടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം, വാക്കിലാണെങ്കിൽ എന്തെങ്കിലും പുറത്തു കൊടുക്കുക, പൈസ ആണെങ്കിൽ ഇന്നോടൊക്കെ ആകാനോടോ ചോദിക്കണം, അസ്സലാമു അലൈക്കും, കഴിഞ്ഞു. അതല്ല, ആ സന്ദർഭത്തിൽ ഒരു 10 മിനിറ്റ് മരണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നല്ല സ്വാധീനം ഉണ്ടാവും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഫദക്കിർ ഇൻ നഫഅത്തിദ് ദിക്റ. എവിടെ ഉപകാരം കിട്ടുമോ അപ്പൊരു ഉപദേശം കൊടുക്കുക. പള്ളി കമ്മിറ്റി കൂടി ഒരു മയ്യത്ത് കെട്ടിൽ വാങ്ങി കെട്ടിത്തൂക്കിയിട്ട് അയിമക്ക് ചൂണ്ടിയിട്ടൊരു വേള് അന്ന് ആ ഫലം ചെയ്യും. അത് നിങ്ങൾ കണ്ടില്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പള്ളി കമ്മിറ്റി മയ്യത്ത് കെട്ടിലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഹൗസിന്റെ മേലെ കെട്ടിത്തൂക്കി തൊട്ടടുത്ത വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ വരുന്നവർ ഇങ്ങനെ നോക്കണാണ്. പടച്ചോനെ, ഒരു സദ്യമ എനിക്കും കയറണല്ലോ. അന്ന് ഒന്നൊക്കെ എടുക്കും, പക്ഷെ അത് വല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യൊക്കെ നല്ല കയറ്റും. എന്താ
ആ മയ്യത്തെട്ടിൽ കാണുമ്പോഴുള്ള അനുഭവമാണ്. അത് ചില മനസ്സങ്ങനെയാണ്. അപ്പൊ എപ്പോ അനുകൂലമായിട്ട് കിട്ടുന്നു അപ്പോഴൊക്കെ ഉപദേശിക്കുക. ഞാൻ നമ്മുടെ എന്റെ നാട്ടില് മുജീബ് എന്ന കുട്ടിൻ്റെ ഒരു ഡ്രൈവറാണ്, ടാക്സിയിലൊക്കെ പോയിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്മാക നിങ്ങൾ ആ ഏരിയയിൽ വല്ല ജോലി കിട്ടോ? അപ്പൊ ഞാൻ നമ്മളെ ഈ ഏരിയയിൽ അന്വേഷിച്ചപ്പോ ഒരു ആംബുലൻസിലേക്ക് ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചെറുക്കൻ നിസ്കരിക്കൂല, നോമ്പെടുക്കൂല, ദീനിയായിട്ട് ഒരു ബോധമല്ലാതെ ഒരു സാധാ ടാക്സി ഡ്രൈവർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്താണ് അതൊക്കെ ഉള്ളൊരു കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടാക്സി ഡ്രൈവർമാരുണ്ടെങ്കിൽ എനിക്കെതിരെ അവിടെ കമ്മിറ്റി ഉണ്ടാക്കരുത് കേട്ടോ, എല്ലാവരും അല്ല, ഞാൻ ഭൂരിപക്ഷം ആൾക്കാരെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചാല് ഇവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആംബുലൻസിൽ ഒരു വകുപ്പുണ്ട്, ഈ പോര് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് വന്നിട്ട് ഒരു ആംബുലൻസിൽ അവനെ കയറ്റി ഡ്രൈവറായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്യുന്ന അവിടെ പോയി. അവിടെ ചെന്നപ്പോ തൊട്ടടുത്തുള്ള പള്ളിയില് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാരും പിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കയ്യും പൊന്തിച്ച് നിന്നിട്ട് പെരും ദുആ. ഞാൻ ആ അന്തം പൊട്ടി. ഈ ചെറുക്കന് നാട്ടിൽ ഇയാതി പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇവൻ എന്തേ പറ്റിയത്? ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഓന്റെ ദുആ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ മുജീബ് ഇപ്പൊ വളരെ മാറ്റം വന്നല്ലോ, എന്താ ഉസ്മാക്ക കാട്ടണ്? മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകുക, മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതന്നല്ലേ പണി. മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ മനസ്സാണ് മാറുകയാണ്. അത് കഴിഞ്ഞോ ആ പണി ഒഴിവാക്കി ഇപ്പൊ ബസ്സിൽ ഡ്രൈവറാ. ഇപ്പൊ മഞ്ചേരി കോഴിക്കോട് ബസ്സിൽ ഞാൻ കയറുമ്പോ പോകണ്ടാവുക. ഇപ്പൊ അങ്ങനത്തെ ഒരു മാഞ്ഞാളോ എന്റെ അടുത്തില്ല, നിസ്കാരമില്ല, നോൻപില്ല, ഒരു പരിപാടിയില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാഹചര്യം നമുക്ക് അനുകൂലമാക്കി തീർക്കണം. ഇപ്പൊ നമ്മളെ പൊരിയില് മഗ്‌രിബിന് ശേഷം വാപ്പിയും കുട്ടികളൊക്കെ കൂടിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു ആയത്തോ ഹദീസോ ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്നും ഈമാൻ ഉറച്ചേക്കും. അപ്പൊ ഇതാണ് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഇതാണ്. ഖബറിന്റെ അടുത്ത് വന്നു, ഖബറിന്റെ പണി തീർന്നിട്ടില്ല, അപ്പൊ ഒരു വേള്. നമ്മൾ വേദ അറിയാൽ എന്തിനാണ്? ഓല വെറുതെ വിട്ടൂടാ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അതല്ല റസൂലുള്ളാഹിന്റെ വേദ. റസൂലുള്ളാഹിന്റെ വേദ എവിടെ ഉപകാരം കിട്ടുമോ ആ നേരത്തെ അവിടെ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, ആ ഖബറിന്റെ തീരത്ത് വെച്ചിട്ടൊരു വേദ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, നഫ്സുകൾ 2 തരമാണ്. നഫ്സുകൾ 2 തരമാണ്. ഒന്ന് നഫ്സുൻ ത്വയ്യിബ, നല്ല ആത്മാവ്. ഏതാ നല്ല ആത്മാവ്? 5 നേരം നിസ്കരിക്കുന്ന, പടച്ചോനെ പേടിക്കുന്ന, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുന്ന, റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. ആ നല്ല മനുഷ്യന്റെ ആത്മാവാണ് നഫ്സുൻ ത്വയ്യിബ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആ നഫ്സുൻ ത്വയ്യിബയുടെ ദുനിയാവിലെ കാലാവധി തീരുന്ന നിമിഷം അവന്റെ അടുത്ത് മലക്കുൽ മൗത്ത് വരും. ആരാ മലക്കുൽ മൗത്ത്? അസ്രായീൽ എന്ന് പറയാം. നമ്മളെ കുട്ടികൾ അങ്ങനെ ഒരു ഹദീസ് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. മലക്കുൽ മൗത്ത് ആരാന്ന് വെച്ചാൽ മലക്കുൽ മൗത്ത് തന്നെ, പേരൊന്നും എവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ മലക്കുൽ മൗത്ത് നമ്മൾ അടുത്ത് വരും. അടുത്ത് വന്നിട്ടോ നല്ല ആത്മാവാണെങ്കിൽ ആ ആത്മാവിനോട് വന്നിട്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഏ സമാധാന ചിത്തയായ ആത്മാവേ, നീ നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ. ആ വിളി അങ്ങ് കേൾക്കുമ്പോഴത്തേക്കൊരു കൂജയിൽ നിന്നും വെള്ളം ഒഴുകും പോലെ ഈ ആത്മാവ് മലായികത്തിന്റെ കയ്യിലേക്ക് മാറ്റപ്പെടും. വലിയ വേദനകളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് മയ്യത്തങ്ങനെ കടക്കും. ആത്മാവ് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. ഈ ആത്മാവുമായിട്ട് മലക്കുൽ മൗത്ത് ഇങ്ങനെ പോവാണ്. 1-ാം ആകാശത്ത് ചെല്ലുമ്പോ അവിടെ കാവലുള്ള മലായികത്ത് ചോദിക്കുന്നു, എന്താണ് മലക്കുൽ മൗത്തേ, താങ്കളുടെ കയ്യിൽ ഒരു കസ്തൂരിയുടെ മണമുണ്ടല്ലോ, ദുനിയാവിലെ ഏറ്റവും മെച്ചപ്പെട്ട കസ്തൂരിയുടെ പരിമളം. മലക്കുൽ മൗത്ത് പറയുന്നു, ഇത് നല്ലൊരു മനുഷ്യന്റെ ആത്മാവാണ്. അങ്ങനെ 7 ആകാശവും കഴിഞ്ഞ് അല്ലാഹുവിന്റെ വിളിയാളം വരുന്നു.